ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് സിദ്ധി ഉണ്ടാകുമ്പോൾ അറിയുന്ന അറിവ് ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന തിരിച്ചറിവാണ്. അതാണ് ശരിക്കുമുള്ള സിദ്ധി. ബാക്കി സിദ്ധികളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ അങ്ങനത്തെ പലരെയും നമുക്ക് കാണാം. ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോയിരുന്ന് കുറച്ചു കാലം ഉപാസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് സിദ്ധിയുള്ളവരായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ. അവര് സിദ്ധരാണെന്ന് നമ്മൾ എങ്ങനെയാ അറിയണത്? അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് അവരവരുടെ സിദ്ധികളെ ഉച്ചൈസ്തരം ഘോഷിക്കുകയാണ്. ഇനി അവരവരുടെ സിദ്ധികളെ ഘോഷിച്ചിട്ട് ആരും കേൾക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അവരുടെ അനുചരന്മാരും ഇവരെ പാടി പുകഴ്ത്തുകയാണ്. ഇങ്ങനെയുള്ള അനവധി സിദ്ധന്മാരുണ്ട് നമ്മുടെ നാട്ടിലിപ്പോ. ആ അറിവല്ല ഇവിടെ ഈ പറയുന്ന അറിവ്. അങ്ങനെ അറിയുന്നവര് ഭാവി പറയും, നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഭാവിയെ കുറിച്ച് പറയും. അങ്ങനെ സിദ്ധിയുള്ളവര് നമ്മളെ ചികിത്സിക്കും. അങ്ങനെയുള്ളവരുടെയൊക്കെ ചികിത്സയ്ക്ക് പോകുമ്പോൾ വളരെ ആലോചിച്ചിട്ട് വേണം പോകാൻ. ഈ വൈദ്യമൊക്കെ കരസ്ഥമാകാൻ പണ്ട് 10-20 കൊല്ലമാണ് പഠിച്ചിരുന്നത്. കുറെ കാലമെടുക്കും ഈ അഷ്ടാംഗ ഹൃദയവും ചരക സംഹിതയും സുശ്രുത സംഹിതയും സഹസ്രയോഗവും ഒക്കെ മനഃപ്പാടമാകാൻ. അതിനുശേഷം അത് പ്രയോഗിച്ച് പരിചയമുള്ള ഒരാളുടെ കൂടെ നിന്ന് അത് പ്രയോഗിച്ച് പരിചയപ്പെടണം. എങ്ങനെ പോയാലും ഒരു 12 മുതൽ 20 കൊല്ലം വരെ കാലമെടുക്കും ഒരു നല്ല വൈദ്യനായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ അതൊന്നും വേണ്ടെന്നാ പറയണത്. ഏതെങ്കിലും അമ്പലത്തിൽ പോയി കുറച്ചു കാലം ഭജിച്ചാൽ മതി എന്നാണ് പറയണത്. ഈ സ്വയം പ്രഖ്യാപിത സിദ്ധന്മാരെല്ലാം വളരെ ചെറുപ്പം മുതലേ ഈശ്വരോന്മുഖരാണ്. അവരെല്ലാം ചെറുപ്പം മുതലേ പലരും വീട് വിട്ടിറങ്ങിയതാണ്. അങ്ങനെ വീട് വിട്ടിറങ്ങി അലഞ്ഞു തിരിയുന്നവരെ കൊച്ചുകുട്ടികൾ 13, 14, 15 വയസ്സിലാണ് അത്ര ഇവരൊക്കെ തിരിഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുമ്പം ഈ നാട്ടിലെ പോലീസുകാർ ഇടപെടില്ലേ? അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളൊന്നും ഇടപെടില്ലേ? അതൊക്കെ ഒരു ചോദ്യമല്ലേ. പിന്നെ ഇവര് പറയണത് ഇവര് ഏതൊക്കെയോ അവധൂതന്മാരുടെ അനുഗ്രഹം കിട്ടിയവരാണെന്നാണ്. മഷിയിട്ട് നോക്കിയിട്ട് എൻ്റെ ചെറുപ്പത്തിലൊന്നും അധികം അവധൂതന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം മുഴത്തിന് അവധൂതന്മാരാണെന്നാ പറയണത്. പല അവധൂതന്മാർക്കും അവധൂതൻ എന്നുള്ള പദവി മാത്രമേ ഉള്ളൂ, പേരൊന്നുമില്ല. പിന്നെ ചിലര് അവധൂതന്മാരുടെ പേരുകളൊക്കെ പറയും. അവരെ നമ്മൾ അന്വേഷിച്ച് തന്ന അവരുടെ വേറെ ബൗട്ട്സും ഉണ്ടാവില്ല. അങ്ങനെ ഈ അവധൂതന്റെ അനുഗ്രഹം കിട്ടിയവർ, ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിലെ ദേവതകളുടെ അനുഗ്രഹം കിട്ടിയവർ, അവർക്ക് വൈദ്യശാസ്ത്രത്തിൽ വെളിപാടുണ്ടാവുകയാണ്. അവർക്ക് ഭൂതഭാവി വർത്തമാനങ്ങളെ കുറിച്ച് വെളിപാടുണ്ടാവുകയാണ്. എനിക്കൊരു ചെറിയ സംശയം, ഇങ്ങനെ ആയുർവേദത്തെ കുറിച്ചൊക്കെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് വെളിപാടുണ്ടാവുന്നവർക്ക് എന്തുകൊണ്ടാണ് അതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തത്? നമ്മുടെ ആയുർവേദത്തിന്റെ ഭാഗമായിരുന്നു ശസ്ത്രക്രിയ. അത് ഇന്ന് വരെ ഒരു ഭഗവാന്റെയോ ഭഗവതിയുടെയോ അനുഗ്രഹം കൊണ്ട് ആർക്കും അത് തിരിച്ചു കൊണ്ടുവരാനുള്ള വെളിപാടുണ്ടാകാത്തത് എന്തുകൊണ്ട്? ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവവ്യപാശ്രയ ചികിത്സ. അതിൻ്റെ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതെന്തുകൊണ്ടാണ് പുനരുദ്ധരിക്കാൻ പറ്റാത്തത്? അതേപോലെ തന്നെ ആധ്യാത്മിക സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് പലതരത്തിലുള്ള വൈഷമ്യങ്ങളും ഉണ്ടാകും, രോഗങ്ങളും ഉണ്ടാകും. അങ്ങനെ ആധ്യാത്മിക സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കുണ്ടായ രോഗങ്ങൾ ചികിത്സിക്കുവാൻ പണ്ട് ആയുർവേദത്തിൽ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതും ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇതൊന്നും റിവൈവ് ചെയ്യാൻ ഇവർക്ക് ആർക്കും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. പിന്നെ ഇവർക്കൊക്കെ ഭൂതം ഭാവി വർത്തമാനം പറയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഭൂതഭാവി വർത്തമാനങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഹർഷീശ്വരന്മാര് ജ്യോതിഷത്തെ ഉരുത്തിരിച്ചു കൊണ്ടുവന്നത്. അതൊന്നും വേണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഭഗവാനെയോ ഭഗവതിയോ ഉപാസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഉപാസന വേണം, പക്ഷെ ആ ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യവും വേണം. ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യത്തോടൊപ്പം ഉപാസനയും ഉണ്ടാകുമ്പോഴാണ് താൻ പഠിച്ച അറിവുകളെ പ്രയോഗിക്കാൻ പ്രാപ്തരാകുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന സ്വയം പ്രഖ്യാപിത സിദ്ധന്മാരെ PR വർക്ക് കൊണ്ട് സിദ്ധന്മാരായിത്തീരുന്നവരെ കണ്ടുമുട്ടാൻ ഇടവന്നാൽ ആദ്യം എന്ത് ചെയ്യണം? അവിശ്വസിക്കണം. വിശ്വസിക്കുകയല്ല വേണ്ടത്, അവിശ്വസിക്കണം. അവരെ കുറിച്ച് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു എന്നുള്ളതൊന്നും കേൾക്കരുത്. അവരവരന്വേഷിക്കണം. അന്വേഷിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം?
പിന്നെയും അവിശ്വസിക്കണം, വീണ്ടും അന്വേഷണം ഊർജിതമാക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെയും പിന്നെയും അവിശ്വസിക്കണം. കാരണം ഇങ്ങനത്തെ സിദ്ധികളെ പറ്റിയിട്ടൊന്നും നമ്മുടെ പരമ്പരാഗതമായ സംസ്കൃതിയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ശങ്കര ഭഗവത്പാദർ എന്തിനാണ് ഉത്തമനായ ഒരു ഗുരുനാഥനെ തേടി ഈ ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞത്? ചോറ്റാനിക്കരെ ഭജന ഇരുന്നാൽ പോരായിരുന്നു? അല്ലെ കൊല്ലൂര് പോയി, അന്ന് കൊല്ലൂരില്ല, അന്ന് കൊല്ലൂര് മൂകാംബിക ഉണ്ടായിട്ടുണ്ടാവില്ല, കാരണം അത് ശങ്കരാചാര്യർ കൊണ്ടുവന്നു എന്നാണല്ലോ പറയണത്. പക്ഷെ ചോറ്റാനിക്കര അപ്പോഴും ഉണ്ടായിരുന്നു എന്നാ പറയണത്. വേറെയും അമ്പലങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ എവിടെയെങ്കിലും പോയി ഭജന ഇരുന്നാൽ പോരായിരുന്നു? ശ്രീ രാമാനുജാചാര്യര് ബോധായന ഭാഷ്യം, ബ്രഹ്മസൂത്രത്തിന്റെ ബോധായന ഭാഷ്യം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശ്രീഭാഷ്യം അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ആ ബോധായന ഭാഷ്യം അന്വേഷിച്ച് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. എന്നിട്ട് കാശ്മീരിൽ നിന്നാണ് അദ്ദേഹത്തിന് അതിന്റെ ഒരു കോപ്പി കിട്ടിയത്. അദ്ദേഹത്തിന് എത്ര പാടുപെട്ടത്? തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിരുന്ന് ഭജിച്ചാൽ പോരായിരുന്നോ? ഇവർക്കൊന്നും അന്ന് അങ്ങനെ ചെയ്യാനല്ലല്ലോ തോന്നി. ഇവരെ ഒന്നും ഭഗവാനും ഭഗവതിയും അനുഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ സിദ്ധികളെ ഒന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. യോഗശാസ്ത്രത്തിലെ സമാധിയെ പോലും ഇവർ അംഗീകരിച്ചിരുന്നില്ല. യോഗശാസ്ത്രത്തിലെ സമാധി ചിത്തശുദ്ധിക്ക് മാത്രം കാരണമാകും എന്നാണ് ശങ്കര ഭഗവത്പാദർ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം പഠിക്കണം. രാമാനുജാചാര്യര് സമാധിയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രജ്ഞയെ അംഗീകരിച്ചിട്ടില്ല. രാമാനുജാചാര്യര് പറഞ്ഞത് പരമമായതിനെ അറിയാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ശാസ്ത്ര പഠനത്തിലൂടെയാണ് എന്നാണ്. അപ്പൊ ഇവരൊക്കെ ഇവരുടെ സമയം വെറുതെ കളഞ്ഞില്ലേ? ഇന്നത്തെ ആൾക്കാരെ പോലെ ചെറുപ്പകാലത്തിലെ ഇദ്ദേഹം വീട് വിട്ടു പോയിട്ടുമുണ്ട്. ആര്? ശങ്കര ഭഗവത്പാദര്. വല്ല അമ്പലത്തിലും പോയിരുന്നു ഭജിച്ചാൽ പോരായിരുന്നു? അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കാണുന്ന ഏതെങ്കിലും ഒരു അവധൂതന്റെ ചവിട്ട് കൊണ്ടാൽ പോരായിരുന്നോ? അതുകൊണ്ട് ഈ മാതിരി സ്വയം പ്രഖ്യാപിത സിദ്ധകളെയും സിദ്ധന്മാരെയും ഇപ്പൊ അനവധിയുണ്ട്, ഇതിനൊന്നും ജെൻഡറില്ല. ഇവരെ ഒന്നും വിശ്വസിക്കരുത്. കയ്യിലിരിക്കുന്ന കാശ് പോകും. നിങ്ങളുടെ കാശ് അവർക്ക് കൊടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കുന്നു എന്ന് മാത്രം.